Dear students, welcome to this video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്, സം ഓഫ് പ്രൊഡക്റ്റും പ്രൊഡക്റ്റ് ഓഫ് സമ്മും. ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ മിൻ ടേം എന്താണ്, മാക്സ് ടേം എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് മിൻ ടേം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വേരിയബിൾസിനെ ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ടേംസിനെയാണ് നമ്മൾ മിൻ ടേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മിൻ ടേമിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഇപ്പം രണ്ട് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി, എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി, എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. ഇതെല്ലാം തന്നെ മിൻ ടേംസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഈ മിൻ ടേമിന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു വേരിയബിളിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ കോംപ്ലിമെൻ്റ് ആയിട്ടും, അതല്ല 1 ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ നോർമൽ ഫോമും ആയിട്ടാണ് മിൻ ടേമിൽ വരുന്നത്. ഇനി മാക്സ് ടേമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന മാക്സ് ടേമിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ് രണ്ട് വേരിയബിൾസിനെ കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ് രണ്ട് വേരിയബിളിനെ കമ്പൈൻ ചെയ്യുന്നത്. സോ അതിന് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് എ ഓർ ബി, എ കോംപ്ലിമെൻറ്റ് ഓർ ബി, എ ഓർ ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എന്ന് പറയുന്നത് നോർമലായിട്ടും 1 എന്ന് പറയുന്ന വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ മാക്സ് ടേമിൽ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സം ഓഫ് പ്രൊഡക്റ്റ്. സം ഓഫ് പ്രൊഡക്റ്റ്, ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രൊഡക്റ്റ് ടേമുകളുടെ, പ്രൊഡക്റ്റ് ടേം എന്ന് വെച്ചാൽ എന്താ, രണ്ട് വേരിയബിൾസിനെ പ്രൊഡക്റ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട്, അതായത് ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ടേമുകൾ ഏതൊക്കെയായിരിക്കും, അതിനെയാണ് നമ്മൾ പറയാം മിൻ ടേം, അല്ലെ. മിൻ ടേമുകളുടെ സമ്മിനെയാണ് സം ഓഫ് പ്രൊഡക്റ്റ് ടേം റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് ടൈപ്പിലുള്ള ബൂളിയൻ ഫങ്ഷൻസ് ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒന്ന് സം ഓഫ് പ്രൊഡക്റ്റ് റെപ്രസെൻറ്റേഷനും പിന്നൊന്ന് പ്രൊഡക്റ്റ് ഓഫ് സം റെപ്രസെൻറ്റേഷനും. സം ഓഫ് പ്രൊഡക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഇത്തരത്തിലായിരിക്കും. നമുക്ക് അതിൻ്റെ 2-3 എക്സാമ്പിൾസ് എഴുതാനായിട്ട് സാധിക്കും. അതായത് സം ഓഫ് പ്രൊഡക്റ്റ് ടേംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം. സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കിതാ ഒരു സിംഗിൾ വേരിയബിൾ എ, അല്ലെങ്കിൽ എ ഓർ ബി, അല്ലെങ്കിൽ എ ഓർ ബി ഡോട്ട് സി കണ്ടോ. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ടേമുകളുടെ സമ്മായി. ഇനി മറ്റ് രണ്ട് പ്രൊഡക്റ്റ് ടേമുകൾ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. അപ്പോഴും എന്തായി, രണ്ട് പ്രൊഡക്റ്റ് ടേമുകളുടെ സമ്മായി. അതാണ് സം ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, പ്രൊഡക്റ്റ് ടേമുകളുടെ, അതായത് മിൻ ടേമുകളുടെ ഒന്നിലധികം അല്ലെങ്കിൽ 1. ഇതിപ്പോൾ എ എന്ന് പറയുമ്പോൾ അതിന് എ ഡോട്ട് അല്ലെങ്കിൽ എ ഓർ 1 എന്ന് നമുക്ക് എഴുതാം, അല്ലേ. അപ്പോൾ അങ്ങനെ മിൻ ടേമുകളുടെ സമ്മിനെ, ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ സം ഓഫ് പ്രൊഡക്റ്റ് റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ എഴുതിയതുപോലെ പ്രൊഡക്റ്റ് ഓഫ് സം. പ്രൊഡക്റ്റ് ഓഫ് സം എന്തായിരിക്കും, സം ടേമുകളുടെ പ്രൊഡക്റ്റ്. അതായത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, സം ഓഫ് പ്രൊഡക്റ്റിൽ മിൻ ടേമുകളെ സം ഓപ്പറേറ്റർ വെച്ചിട്ട് ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോർമാറ്റ് സം ഓഫ് പ്രൊഡക്റ്റ്. ഇനി ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, സം ടേമുകളെ, അതായത് മാക്സ് ടേമുകളെ ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്ന ഫോം കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും, എ, അല്ലേ, എ കോംപ്ലിമെൻറ്റ് ഓർ ബി. അതുപോലെ തന്നെ എങ്ങനെ എഴുതാം, എ കോംപ്ലിമെൻറ്റ് ഓർ മാറിപ്പോയി അല്ലേ, പ്രൊഡക്റ്റ് ഓഫ് സം അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് ടേമുകളാണ് വേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് ആകുമ്പോൾ എങ്ങനെ വരും, ഇപ്പോൾ എ ഓർ ബി ഡോട്ട് എ കോംപ്ലിമെൻറ്റ് ഓർ ബി. ഇത് രണ്ട് സം ടേമുകളുടെ പ്രൊഡക്റ്റ് ആണ്, അല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം നമുക്ക്, എ കോംപ്ലിമെൻറ്റ് ബി ഓർ സി.
അല്ലേ? ഇത് രണ്ട് പ്രൊഡക്റ്റ് ടേമുകളാണ്. ഈ രണ്ട് സം ടേമുകളാണ്. അതിനെ നമുക്ക് പ്രൊഡക്റ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം. ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ് പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളോട് ചോദിക്കുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ നമുക്ക് തരും. ആ ഫംഗ്ഷനെ സോപ്പ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനത്തെ 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കും. അതിൽ ഒന്നാമത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എങ്ങനെയാണ് അത് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിലെ സോപ്പിലേക്ക് അല്ലെങ്കിൽ പോസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ പറഞ്ഞു പോവാം. അപ്പം ആദ്യം ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുകയാണ്. ഒന്നാമത്തത് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത്? ഇതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിലേക്കാണ് എനിക്കിതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷന് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ എനിക്ക് സോപ്പ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ എനിക്ക് ഫോം ചെയ്യണം. ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇൻപുട്ട് ചെയ്തും പിന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസ് അനുസരിച്ച് ആദ്യം നോട്ട് ഓപ്പറേറ്റർ ഉള്ള ടേം എഴുതുക, പിന്നെ ഡോട്ട് ഓപ്പറേറ്റർ, അങ്ങനെയാണ് നമ്മളിത് ചെയ്ത് പോവാം. ആദ്യം നമുക്ക് ഇൻപുട്ട് എഴുതാം. ഏതൊക്കെ വേരിയബിൾസ് ആണുള്ളത്? ആദ്യം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാം. ഇപ്പം എ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, അല്ലേ? എ ബി സി എന്ന് പറയുന്ന 3 വേരിയബിൾസ് ആണുള്ളത്. ഇനി അടുത്തത് ഏത് ടേമിൻ്റെയാണ് എഴുതേണ്ടി വരിക? എ കോംപ്ലിമെൻ്റ് ഉണ്ട്, അല്ലേ? അതിനുശേഷം സി കോംപ്ലിമെന്റ് വരുന്നുണ്ട്. യെസ്. അതിനുശേഷം പിന്നെ പാരാന്തസിസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബി ഓർ സി കോംപ്ലിമെന്റ് ചെയ്യാം. അതിനുശേഷം എ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഓർ സി കോംപ്ലിമെന്റ്. അപ്പോൾ ഞാനതിനെ എഫ് എന്ന് എഴുതുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ എഴുതാൻ നിൽക്കണില്ല, എഫ് എന്ന് ഞാൻ എഴുതുകയാണ്. ഇനി ഈ 3 വേരിയബിൾസിനും വരാൻ സാധ്യതയുള്ള ഇൻപുട്ടുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നു. 3 വേരിയബിൾസ് ആയതുകൊണ്ട് തന്നെ 8 ഇൻപുട്ടുകൾ വരും. 3നും 0 ആവാം, 0 0 1, 0 1 0, 0 1 1, 1 0 0, 1 0 1, 1 1 0, 1 1 1. ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ട് ഇതിന് വരാൻ സാധ്യതയുള്ള ഇൻപുട്ടുകൾ. ഓക്കെ, ഇനി ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ഈ കോളത്തിന്റെ വാല്യൂസ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. എ കോംപ്ലിമെന്റ്, എ എന്ന് പറയുന്ന കോളത്തിലത്തെ വാല്യൂസിന്റെ കോംപ്ലിമെന്റ്. 0ന്റെ കോംപ്ലിമെന്റ് 1 1 1 1, 0 0 0 0. ഇനി അടുത്തത് സി കോംപ്ലിമെന്റ് ആണ്. സി കോംപ്ലിമെന്റ് ഇപ്പം 0 ആണെങ്കിൽ ഇത് 1 വരും, 0 വരും, 1 വരും, 0 വരും, 1 വരും, 0 വരും, 1 വരും, 0 വരും. ഓക്കെ, അടുത്തത് ബി ഓർ സി കോംപ്ലിമെന്റ്. ബിയും സി കോംപ്ലിമെന്റും ഈ 2 കോളംസ് ആണ് ഓർ ചെയ്യേണ്ടത്. അപ്പോൾ 0 ഓർ 1 1 വരും, 0 വരും, 1 വരും, 1 വരും. ഇനി 1 വന്നു, 0 വന്നു, 1 വന്നു, 1 വന്നു, അല്ലേ? ഇനി അടുത്തത് എന്താണ്? എ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഓർ സി കോംപ്ലിമെന്റ്. അപ്പോൾ ഈ 2 ടേമും കൂടെ ആൻഡ് ആണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 1ഉം 1ഉം വന്ന കാരണം 1 വരും, 0 വരും, 1 വരും, 1 വരും, 0 വന്നു, 0 വന്നു, 0 വന്നു, 0 വന്നു. 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് 1 ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അതായത് ഏത് ഫംഗ്ഷനെയാണോ നമുക്ക് സോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രൂത്ത് ടേബിളിൽ ഇതല്ലേ നമ്മുടെ ഫംഗ്ഷൻ്റെ കോളം വരുന്നത്, ഇതിൽ ഏതിനൊക്കെയാണോ 1 എന്ന് പറയുന്ന വാല്യൂസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 3 റോയിൽ 1 വരുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസിൻ്റെ മാക്സ് ടേംസ് ഫോം ചെയ്യുക. ഇതിന് 1 ആണ്, അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഏതാ വരുന്നത്? 0 0 0 ആണ്. ഇത് 1 ആണ്, അപ്പോൾ 0 1 0 വരും, അല്ലേ? ഇത് 1 ആണ്, അപ്പോൾ ഇതിന് 0 1 1 വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്ക് 0യും ബിക്ക് 0യും സിക്ക് 0യും ഈ ടേമുകളുടെ കറസ്പോണ്ടിങ് മാക്സ് ടേം ഫോം ചെയ്യുക. മാക്സ് ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്?
എന്താണ് മാക്സിമം അല്ല മിൻ ടേം ഫോം ചെയ്യുക, മിൻ ടേം ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റ് ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് വേരിയബിളിലുള്ള പ്രൊഡക്റ്റ് ഫോം, അതായത് മിൻ ടേം നമ്മൾ എഴുതുന്നു. അപ്പോൾ എക്ക് 0യും ബിക്ക് 0യും സിക്ക് 0 ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേം എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ് അല്ലെ. ഇനി ഇവിടെ എന്ത് വരും? എ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഡോട്ട് സി കോംപ്ലിമെന്റ്. ഇതിന്റെ കറസ്പോണ്ടിങ് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഡോട്ട് സി കോംപ്ലിമെന്റ്. അടുത്തത് എന്ത് വരും? എ കോംപ്ലിമെന്റ് ഡോട്ട് ബി ഡോട്ട് സി. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? മിൻ ടേമുകൾ കിട്ടി. ഇനി ഈ മിൻ ടേമുകൾ സം ചെയ്താൽ മതി. എങ്ങനെ വരും? ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് ബി സി കോംപ്ലിമെന്റ് ഓർ എ കോംപ്ലിമെന്റ് ബി സി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ അത് ഏകദേശം സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഏകദേശം അല്ല, ഇപ്പൊ ഇത് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോമിലാണ്. കണ്ടോ, ഇതിലുള്ളത് ഇത് ഓരോന്നും പ്രൊഡക്റ്റ് ഫോമുകളാണ് അല്ലെങ്കിൽ മിൻ ടേംസ് ആണ്. മിൻ ടേംസിന്റെ സം ആയിട്ടാണ് ഈ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു ബൂളിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോപ്പ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ഗിവൺ ബൂളിയൻ ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ എഴുതുന്നു. ആ ട്രൂത്ത് ടേബിളിൽ ഫംഗ്ഷൻ കോളത്തിന് ഏതിനൊക്കെയാണോ 1 വാല്യൂ കിട്ടിയത് ആ 1 വാല്യൂ കിട്ടിയതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേമുകൾ നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ മിൻ ടേമുകളെ തമ്മിൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സോപ്പ് സം ഓഫ് പ്രൊഡക്റ്റ് ഫോം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇതിൽ ഞാൻ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ബൂളിയൻ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് കൺവേർട്ട് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻറ്റു സം ഓഫ് പ്രൊഡക്റ്റ്. അതിൽ എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എ ഓർ ബി ഡോട്ട് ബി കോംപ്ലിമെന്റ് ഓർ സി ഡോട്ട് എ കോംപ്ലിമെന്റ് ഓർ സി. ഇതിനെയാണ് എനിക്ക് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ ഇതൊന്ന് കറക്റ്റായിട്ട് എഴുതുകയാണ്. എ വരും, ബി വരും, സി വരും. ഈ റെഡ് ലൈനൊന്നും ഇവിടെ ഇല്ല കേട്ടോ, നമ്മൾ നേരത്തെ ആൻസറിന് വേണ്ടി മാർക്ക് ചെയ്തതാണ്. നിങ്ങളിപ്പോൾ ഇതിനോടൊപ്പം തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിളും കാര്യങ്ങളൊക്കെ വരച്ചു പോകും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇത് 3 ഇൻപുട്ട് ആയി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ഏതാ കണ്ടുപിടിക്കേണ്ടത്? യെസ്, കോംപ്ലിമെന്റ് ടേംസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. പിന്നെ ഏതൊക്കെയാണ് പാരാന്തസിസിൽ വരുന്നത്? എ ഓർ ബി ഉണ്ട് അല്ലെ, അതൊരു ടേമാണ്. പിന്നെ ബി കോംപ്ലിമെന്റ് ഓർ സി ഉണ്ട്. പിന്നെ ഏതാ വരുന്നത്? എ കോംപ്ലിമെന്റ് ഓർ സി ഉണ്ട്. പിന്നെ നമ്മുടെ ഫൈനൽ ടേം, ഇതെല്ലാത്തിനെയും കൂടെ സം ആയിട്ടുള്ള എഫ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഈ ബൂളിയൻ എക്സ്പ്രഷനെ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോമിലോട്ടാണ്. അപ്പൊ ആദ്യം എയുടെ കോംപ്ലിമെന്റ്, എയുടെ വാല്യൂസ് ഇതൊക്കെയാണ്. അതിന്റെ കോംപ്ലിമെന്റ് ഏതൊക്കെ വരും? 1 1 1 1 0 0 0 0. അടുത്തത് ബി കോംപ്ലിമെന്റ് എങ്ങനെ വരും? 1 1 0 0 1 1 0 0. ഓക്കെ, ഇനി അടുത്തത് എ ഓർ ബി, എയും ബിയും കൂടെ ഓർ ചെയ്തത് എങ്ങനെ വരും? 0 0 1 1 1 1 1 1. അതാണ് എ ഓർ ബി. ഇനി അടുത്തത് ബി കോംപ്ലിമെന്റ് ഓർ സി, ബി കോംപ്ലിമെന്റും സിയും കൂടെ ഓർ ചെയ്തത് ഈ 2 കോളംസ് കേട്ടോ. ബി കോംപ്ലിമെന്റും സിയും കൂടെ ഓർ ചെയ്തത് 1 1 0 1 1 1 0 1. ഓക്കെ, ഇനി അടുത്തത് എ കോംപ്ലിമെന്റ് ഓർ സി, എ കോംപ്ലിമെന്റും സിയും കൂടെ ഓർ ചെയ്തത് എങ്ങനെ വരും? 1 1 1 1 0 1 0 1 അല്ലെ, 0 1 0 1. ഇനി ഫൈനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ 3 ടേംസ് എ ഓർ ബിയും ബി കോംപ്ലിമെന്റ് ഓർ സിയും എ കോംപ്ലിമെന്റ് ഓർ സിയും
മൂന്നും കൂടെ ആഡ് ചെയ്തത്. മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് 1 എപ്പോഴാണ് വരിക? 3 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇതിൽ 2 ഇൻപുട്ടേ 1 വരുന്നുള്ളൂ. സോ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇത് 1 ആയിരിക്കും അല്ലെ? ഇത് 0, ഇത് 1 വരും, ഇത് 0, ഇത് 1 വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഏതൊക്കെ കോളത്തിലാണോ 1 വാല്യൂ വരുന്നത് അതൊന്ന് നോക്കുക. 3 എണ്ണത്തിനാണ് 1 വാല്യൂ വരുന്നത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഏതാണ് വാല്യൂ വരിക? അതാ 0, 1, 1. 0, 1, 1 എന്ന് പറയുമ്പോൾ A കോംപ്ലിമെന്റ് B C അല്ലെ? ഓർ ഇനി രണ്ടാമത്തത് ഏതാ വരിക? ഇത് വരും 1, 0, 1 വരും. 1, 0, 1 എന്ന് പറയുമ്പോൾ A B കോംപ്ലിമെന്റ് C വരും. ഓർ ഇനി അടുത്തത് ഏതാണ്? 1, 1, 1. 1, 1, 1 എന്ന് പറയുമ്പോൾ A B C. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കോളത്തിൽ ഏതിനൊക്കെയാണോ 1 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് മിൻ ടേംസ് എടുത്ത് എഴുതുന്നു. ആ മിൻ ടേംസിനെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് സോപ്പ് ഫോമാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു എക്സ്പ്രഷൻ തരും, അതിൻ്റെ പോസ് ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ പോസ് ഫോം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്യുന്നത്. ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പോസ് ഫോം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ഇതുപോലെ തന്നെ ട്രൂത്ത് ടേബിൾ എഴുതുന്നു. പക്ഷെ അവിടെ ഒരു വ്യത്യാസം വരും. ട്രൂത്ത് ടേബിളിൽ ഇവിടെ നമ്മൾ സോപ്പ് ഫോം ചെയ്തപ്പോൾ ട്രൂത്ത് ടേബിളിൽ 1 വരുന്ന കോളംസ് അല്ലേ നമ്മൾ ചൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 0 വരുന്ന കോളംസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഏതാണ്? നേരത്തെ നമ്മൾ മിൻ ടേംസ് ആണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ, ഞാനത് മൊത്തത്തിൽ മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ആർക്ക് കൺഫ്യൂഷനും. അവിടെ നമ്മൾ മിൻ ടേംസ് ആണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ ഇവിടെ 0 വരുന്ന ആ റോവിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേംസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഒരെണ്ണം നമുക്ക് എഴുതാം. പോസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. പോസ് ഫോം എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് സം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പോസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് B കോംപ്ലിമെന്റ് C ഓർ B A കോംപ്ലിമെന്റ് ഓർ C കോംപ്ലിമെന്റ്. ഇത് എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് പോസ് ഫോമിലേക്കാണ്. ഓക്കെ, അപ്പം ആദ്യം ഇൻപുട്ടുകൾ എടുത്ത് എഴുതുന്നു. എയും ബിയും സിയും. എയും ബിയും സിയും. അതിന് ഏതൊക്കെ വാല്യൂസ് വരാം? 0, 0, 0 വരാം, 0, 0, 1 വരാം, 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 1, 0, 1, 1, 1. ഇതൊക്കെയാണ് നമുക്ക് പോസിബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഇൻപുട്ടുകൾ. ഇനി അടുത്തത് ഏത് കോളമാണ്? ബി കോംപ്ലിമെന്റ് വരും അല്ലെ? ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇത് 0 ആണെങ്കിൽ 1, ഇത് 1, 0, 0, 1, 1, 0, 0. ഇനി അടുത്തത് ഏത് കോംപ്ലിമെന്റ് ആണ്? ബി കോംപ്ലിമെന്റ് കഴിഞ്ഞാൽ പിന്നെ എ കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ എ ഇതല്ലേ, അതിൻ്റെ എ കോംപ്ലിമെന്റ് ആവുമ്പോൾ 1, 1, 1, 1, 0, 0, 0, 0. ഓക്കെ, ഇനി അടുത്തത് സി കോംപ്ലിമെന്റ് ആണ്. സി കോംപ്ലിമെന്റ് ആവുമ്പോൾ ഈ ടേം വരും. അപ്പോൾ ഇങ്ങനെ വരും 1, 0, 1, 0, 1, 0, 1, 0. ഇനി അടുത്തത് ഏത് ടേമാണ്? ബി കോംപ്ലിമെന്റ് ഡോട്ട് സി. ബി കോംപ്ലിമെന്റ് ഡോട്ട് സി വരും. അതിനുശേഷം ബി എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് നമ്മുടെ ഫൈനൽ എഫ് എന്ന് പറയുന്ന കോളം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. തെറ്റാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റൂൾസ് വരയ്ക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നേരത്തെ പോലെ ആകെ കൺഫ്യൂഷൻ ആയിപ്പോകും. നോക്കാം. യെസ്, അപ്പോൾ ആദ്യം ബി കോംപ്ലിമെന്റ് ഡോട്ട് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി കോംപ്ലിമെന്റ് ഡോട്ട് സി. ഈ രണ്ട് കോളംസും ഡോട്ട് ചെയ്യുക. അപ്പോൾ ഇത് 0 വരും, 1 വരും, 0 വരും, 0 വരും, 0 വരും, 1 വരും, 0 വരും, 0 വരും. ഇനി അടുത്തത് ബി എ കോംപ്ലിമെന്റ് ആണ്. ബിയും എ കോംപ്ലിമെന്റും ഈ രണ്ട് കോളംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ബിയും എ കോംപ്ലിമെന്റും. അപ്പോൾ ഇത് 0 വരും, 0 വരും,
1 വന്നു, 1 വന്നു, 0 വന്നു, 0 വന്നു, 0 വന്നു, 0 വന്നു. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? സി കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റ് സിയും ബി എ കോംപ്ലിമെന്റും ഈ 3 ലാസ്റ്റ് കോളംസും കൂടെ ഓർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിക്കോളും. ഇതിന്റെ ഒരു ഇൻപുട്ട് 1 ആണ്, സോ ഔട്ട്പുട്ട് 1 ആണ്, ഇവിടെ 1 ആണ്. 1 1 1 1 1 0. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ SOPയിലേക്കല്ല നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇതിനെ പോസ് ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫംഗ്ഷന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു. അതിനുശേഷം ട്രൂത്ത് ടേബിളിൽ ഏത് റോയ്ക്കാണ് 0 എന്ന് പറയുന്ന വാല്യൂ വരുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ റോയ്ക്കാണ് 0 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഏത് ടേമാണ് ഫോം ചെയ്യേണ്ടി വരിക? പ്രൊഡക്റ്റ് ഓഫ് സം. സോ നമുക്ക് ഇതിന്റെ മാക്സ് ടേം ആണ് എഴുതേണ്ടി വരിക. അപ്പോൾ ഈ 0 എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഏതൊക്കെയാണ്? 1 1 1 ആണ്. മാക്സ് ടേമില് എക്ക് 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? എ കോംപ്ലിമെന്റ് എന്നാണ് എഴുതേണ്ടത്, അല്ലെ? ബിക്കും 1 ആണ്, സിക്കും 1 ആണ്. സോ ഈ റോയിന്റെ, അതായത് 1 1 1ന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് ഓർ സി കോംപ്ലിമെന്റ്. കിട്ടിയോ? ഇനി വേറെ ഏതെങ്കിലും ടേമിൽ 0 വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ കറസ്പോണ്ടിങ് പോസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ വൃത്തിയായിട്ട് എടുത്തെഴുതുക. അതിനുശേഷം അതിന്റെ ഫൈനൽ കോളം നോക്കുക. അതിൽ ഏത് റോയ്ക്കാണ് 0 എന്ന് പറയുന്ന വാല്യൂ. സോപ്പിലാണെന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പോസ് ആയതുകൊണ്ട് 0 എന്ന് പറയുന്ന വാല്യൂ ഏത് റോയ്ക്കാണ് വന്നിരിക്കുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് വേരിയബിൾസിന്റെ മാക്സ് ടേം നമ്മൾ എടുത്തെഴുതുക. മാക്സ് ടേം എഴുതുമ്പോൾ ഓർക്കണം, 1 എന്ന് പറയുന്ന വാല്യൂ വരുന്ന വേരിയബിളിന് കോംപ്ലിമെന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇനി ഏതെങ്കിലും വേരിയബിളിന് 0 ആണ് വാല്യൂ എന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ നോർമൽ ഫോമിൽ എഴുതണം. ഇത് നമ്മൾ മിൻ ടേമും മാക്സ് ടേമും പറഞ്ഞപ്പോൾ ഉള്ള 2 കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രൂത്ത് ടേബിൾ, ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ അതിനെ നമ്മുടെ പോസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്നത് ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ കേട്ടോ. 3 വേരിയബിൾസിന് തന്നെയാണ് ഒരു ഫോം വരുന്നത്. നമുക്കൊരു ബൂളിയൻ ഫംഗ്ഷൻ തരും. ആ ബൂളിയൻ ഫംഗ്ഷനെ എങ്ങനെ പോസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ഓർ എ കോംപ്ലിമെന്റ് ബി ഓർ എ കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വാല്യൂസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഏത് കണ്ടുപിടിക്കണം? എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂസ് എങ്ങനെ വരും? സോറി, കോംപ്ലിമെന്റ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ 1 1 1 1 0 0 0 0. ഇനി അടുത്തത് ഏതാണ്? സി കോംപ്ലിമെന്റ് ആണ് വരുന്നത്. സി കോംപ്ലിമെന്റ് എങ്ങനെ വരും? 1 0 1 0 1 0 1 0. ഓക്കെ, ഇനി അടുത്തത് എ കോംപ്ലിമെന്റ് ബി നോക്കാം. എ കോംപ്ലിമെന്റ് ഡോട്ട് ബി വരും. അതിനുശേഷം എ കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് വരും. പിന്നെയാണ് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോളം വരുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നത് എന്നുള്ളത്. ആദ്യം എ കോംപ്ലിമെന്റ് ബി, എ കോംപ്ലിമെന്റും ബിയും ഈ 2 കോളംസ് ആണ് നോക്കേണ്ടത്. ഡോട്ട് ആണ് ചെയ്യേണ്ടത്. സോ 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. സോ ഇത് 0 0 1 1, പിന്നെ എല്ലാം 0 വരും. 0 0 0 0 0 0 0 0. ഇനി അടുത്തത് എ കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ്. ഈ 2 കോളംസും കൂടെ ആഡ് ചെയ്യാം. 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ, അല്ലേ? 0 0 0 0. തെറ്റിട്ടില്ല എന്ന് വിചാരിക്കണു. ഇനി അടുത്തത് എഫ്. എഫിൽ എന്താ ചെയ്യേണ്ടത്? എ ഓർ എ എന്ന് പറയുന്ന കോളത്തിലത്തെ വാല്യൂസും എ കോംപ്ലിമെന്റ് ബിയും എ കോംപ്ലിമെന്റ് സിയും, തെറ്റി പോരുത്. എയും
എ കോംപ്ലിമെന്റ് ബിയും എ കോംപ്ലിമെന്റ് സിയും. ഈ 3 കോളത്തിലത്തെ വാല്യൂസ് ആണ് ഓർ ചെയ്യേണ്ടത്. അപ്പൊ ഇത് 1 വന്നു, ഓർ ആണ് ചെയ്യണത് അല്ലെ. ഇത് 0 വന്നു, 1 വന്നു, 1 വന്നു, 1 വന്നു, 1 വന്നു, 1 വന്നു, 1 വന്നു. യെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? പോസ് ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് റോക്കാണ് 0 വാല്യൂ വന്നേക്കണേ നോക്കാം. ആ 0 വാല്യൂ വന്നതിന്റെ കറസ്പോണ്ടിങ് വേരിയബിൾസിന് ഏതൊക്കെ വാല്യൂസ് ആണ്. അപ്പൊ അവിടെ ഏത് വേരിയബിളിനാണോ 1 വന്നിരിക്കുന്നത് അതാണ് കോംപ്ലിമെന്റ് ഫോമിൽ നമുക്ക് പോസിൽ എഴുതേണ്ടത്. ഏതിനാണോ 0 വന്നിരിക്കുന്നത് അത് നോർമൽ ഫോമിൽ എഴുതണം. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്തായിരിക്കും വരുന്നത്? എ ഓർ ബി ഓർ സി കോംപ്ലിമെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സം ആണ് അല്ലേ, സോറി തെറ്റിപ്പോയി. അതന്നെ, എ ഓർ ബി ഓർ സി കോംപ്ലിമെന്റ്. ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് വരുന്ന ആൻസർ. ഇതിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഇത് ഒരു സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിലാണോ എന്ന്. ആണോ? അല്ല, ഇത് ഒരു ടേം ആണ് അല്ലെ. 0 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുള്ള ഒരു മിൻ ടേം ആണ് ഈ എഴുതിയത്, അല്ല ഒരു മാക്സ് ടേം ആണ് ഈ എടുത്ത് എഴുതിയത്. സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിലത്തെ പ്രൊഡക്റ്റ് ഓഫ് സമ്മ എന്ന് പറയുന്നതിലത്തെ ഒരു സം ടേം ആണ് ഈ കിടക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് സം ടേമുകൾ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്താലാണ് നമ്മുടെ പോസ് ഫോമിലേക്ക് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ വേറെ ഒരു മാക്സ് ടേമും കൂടി ഇല്ല, അതുകൊണ്ടാണ് ഒരു സിംഗിൾ മാക്സ് ടേം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സം ഓഫ് പ്രൊഡക്റ്റ് ടേമിലേക്കും പ്രൊഡക്റ്റ് ഓഫ് സം ടേമിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു.